Hello guys, welcome back to another episode of Minecraft Let's Play series. ആ മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസിന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എന്താ ചെയ്തത്? കുറച്ചൊന്നെ മറന്നു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊരു എൻചാനിങ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിൽ നിന്ന് രണ്ട് ഭണ്ഡാരങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൂപ്പർ സ്മെൽട്ടർ ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ അധികം പറഞ്ഞ് ബോറടിപ്പിക്കണില്ല, നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. Hey, what's up guys, it's me Nishan and you're watching Nishan Plays. അപ്പോൾ അതേ ഗൈസ്, നമ്മളിത് ഇന്നലെ ഉണ്ടാക്കിയ ബിൽഡാണ് ഗൈസ്. ഇന്നലെ നമ്മളത് കാണിക്കാൻ പറഞ്ഞു ഫുള്ള് കഴിഞ്ഞിട്ട്. ഞാൻ ഒരു എന്താണ് അത് മറക്കും ചെയ്തു, എല്ലാം ഉണ്ടാക്കിയേക്കും ചെയ്തു, അത് കാണിച്ചു തരാൻ മറക്കും ചെയ്തു. ഇനി ഞാൻ എൻ്റെ ആ ഒരു ടൈറ്റ് ഭാഷ കൂടുകയാണ് ഗൈസ്. ഞാൻ എങ്ങനെയാണ് സംസാരിക്കുക അതേപോലെ സംസാരിക്കുക. പിന്നെ അതേ ആ ആ ഒരു അപ്പൊ ഗൈസ്, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബിൽഡ് പോലെ ഒരു കുഴിയിൽ ഉണ്ടാക്കണമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നത്. പിന്നെ നമ്മളത് മാറ്റി വെച്ചു. നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. വരുന്നു നായ്ക്കള്. അപ്പൊ ഗൈസ്, നമ്മൾ ഈ ഏരിയ ക്ലിയർ ചെയ്യുന്നതിന്റെ ഒരു ടൈം ലാപ്സ് കാണാം. അപ്പൊ ഗൈസ്, നമ്മളിതൊരു ട്യൂട്ടോറിയൽ പോലെയാണ് ചെയ്യുന്നത്. നമ്മൾ ഐറ്റംസ് കളക്ട് ചെയ്യണമെന്ന് കാണിച്ച് നിങ്ങൾ വെറുപ്പിച്ചിട്ടില്ലേ? ഏകദേശം സാധനങ്ങളൊക്കെ നമ്മളെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ ഈ ഷീൽഡ് പണ്ടാറടങ്ങാനായിട്ട് അപ്പൊ ആ ഷീൽഡ് മാറ്റിച്ചിട്ടുണ്ട്. ആദ്യം ഒരു ചെസ്റ്റ് വെക്കുക, അതിന്റെ ബാക്കിലേക്ക് ഒരു 10 ഹോപ്പർ സ്ട്രെയിറ്റ് ആയിട്ട് കണക്ട് ചെയ്യുക. ഞാൻ ഈ ചെയ്യണ പോലെ. പിന്നെ അതിന്റെ മുകളിലേക്ക് ഒരു 10 ഫർണസ് കൂടി, 1 2 3 4 5 6 7 8 9 10. അപ്പൊ ഒരു 10 ഫർണസ് കൂടി വെക്കുക. അതിന്റെ മുകളിലേക്ക് കൂടി 10 ഹോപ്പർ കുത്തിരിക്കുക. 1 2 3 4 5 6 7 8 9 10. പിന്നെ അതിന്റെ ബാക്ക് ഭാഗത്തോടി വെക്കണം ഗൈസ്. 1 2. എന്തിനത് എണ്ണണം? അതിന്റെ പുറത്താണ് വെച്ചാ പോലെ. അപ്പൊ ഗൈസ്, അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഗൈസ്, ഒരു കമ്പാറ്റർ ആ ഒരു ഫർണസും ഹോപ്പറിനെ നേരെ വെക്കുക. ഒരു സോൾ ബ്ലോക്ക് വെക്കുക. അതിന്റെ ഫ്രണ്ടിൽ ഒരു റെഡ് സ്റ്റോൺ ടോർച്ച് വെക്കുക. അതിന്റെ സൈഡിൽ ഒരു റെഡ് സ്റ്റോൺ ടോർച്ച് വെക്കുക. പിന്നെ ആ ഒരു ടോർച്ചിന്റെ 2 ടോർച്ചിന്റെ മുകളിൽ വീണു. ആ 2 ടോർച്ചിന്റെ മുകളിൽ ഓരോ സോൾ ബ്ലോക്ക് വെക്കുക. പിന്നെ അതും ഫർണസും ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക. ഫർണസ് മീൻസ് ആ ഹോപ്പർ ആയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ടെമ്പററി ആയിട്ട് നമ്മൾ വെച്ച ബ്ലോക്ക് റെഡ് സ്റ്റോണിന്റെ ഭാഗത്തുള്ള ഒന്ന് പൊട്ടിക്കുക. അല്ലെങ്കിൽ ആ ഒരു മറ്റേ പവർ റെയിലും മറ്റേതും തമ്മിൽ കണക്റ്റ് ആവും. മുകളിലത്തെ പവർ റെയിലും ഒരു 2 പവർ റെയിൽ ഇങ്ങനെ വെക്കുക. പിന്നെ ഫുള്ളായിട്ട് നോർമൽ റെയിൽ ഇങ്ങനെ നീട്ടി വെച്ചു കൊടുക്കുക. ഒരു 6 റെയിൽ നിങ്ങൾ കരുതിയേക്കുക പവർ റെയില്. ഞാൻ ഉണ്ടാക്കിയ വീഡിയോന്റെ ഇത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ 4 എന്നാണ് പറഞ്ഞേക്കണത്. പിന്നെ അങ്ങനെ നമ്മളത് ഫുള്ള് വെക്കുക. നോർമൽ റെയിൽ ഫുള്ള് ഒരു 2 ബ്ലോക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. അതിലേക്ക് 2 പവർ റെയിൽ കൂടി വെച്ചു കൊടുക്കുക. പിന്നെ മോൾ ഭാഗത്ത് ഒരു പവർ റെയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നോർമൽ റെയിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ രാവിലെ ആക്കിയിട്ട് നമ്മള് പോയി സ്ലീപ്പ് ചെയ്തിട്ട്, അല്ല ചീറ്റിംഗ് ഒന്നല്ല, കട്ട് ചെയ്ത തന്നെയാണ്. പിന്നെ നമ്മളിപ്പോ വെച്ച പോലെ ബ്ലോക്ക് വെക്കുക. അടിയത്തെ ഒരു പവർ റെയിൽ പൊട്ടിച്ചിട്ട് അതിലും ബ്ലോക്ക് വെച്ച് കൊടുക്കുക. ഇത് 2 റെഡ് സ്റ്റോൺ ടോർച്ച് വെച്ചിട്ട് പവർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മള് നേരത്തെ പൊട്ടിച്ച് വെച്ച ഭാഗം അതേപോലെ തിരിച്ചു വെച്ച് കൊടുക്കുക.
ഇപ്പൊ നമ്മളെ ഏകദേശം പണി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ദേ അവിടെ ബട്ടൺ വെച്ച് കൊടുക്കേണ്ടതുണ്ട്, എടുക്കാൻ മറന്നു. ഇനി അത് പോയി എടുത്തിട്ട് ഇറങ്ങാം. ഫുള്ള് മറവിയാണ്. പിന്നെ ദേ അത് എടുത്തിട്ട് അവിടെ കൊണ്ട് വെച്ച് കൊടുത്തു. ഇനി അപ്പൊ ദേ നമ്മളെ ബിൽഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ദേ ബിൽഡ് കംപ്ലീറ്റ് ആയാലും ഒരു 2 സാധനം കൂടെ ചെയ്യാണ്ട്, ആ അടിയത്തെ റെയിൽമക്ക് ഒരു ഹോപ്പർ കണക്ട് ചെയ്തിട്ട് അതിന്മേ ഒരു ചെസ്റ്റ് കണക്ട് ചെയ്യുക. പിന്നെ മുകളിലൊരു നോർമൽ വിത്ത് ചെസ്റ്റ് വെച്ച് കൊടുക്കുക. ഒരു ബ്ലോക്ക് കൂടി വെച്ച് കൊടുക്കുക. പിന്നെ മുകളിലത്തത് ഫ്യൂവലിൽ നിന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇടയ്ക്ക് നമ്മൾ ചിലപ്പോൾ മറന്നു പോകും, ഇന്റെ പോലെ മറവിയുള്ളവരാണെങ്കിൽ. പിന്നെ അത് അടിയത്തേക്ക് നമ്മളൊരു എന്താ ഇപ്പൊ അതിന്റെ പേര്, ഐറ്റം എന്നും പറഞ്ഞിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച് കൊടുക്കുക. പിന്നെ അതെന്താ നമുക്ക് ഇടാനുള്ള സാധനം മുകളിൽ ഫ്യൂവൽ വെച്ച് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഇവിടെ കോളാണ് യൂസ് ചെയ്യുന്നത്, പലതും യൂസ് ചെയ്യുന്നവരുണ്ട്. ഞാൻ ഫസ്റ്റ് ഹെൽപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ അതേ അടിയത്തെ ആ ഒരു മൈൻകാട്ടിൽ നമ്മളെ എന്താണോ സ്മെൽറ്റ് ചെയ്യാനുള്ളത് അത് വെച്ച് കൊടുക്കുക. പിന്നെ അതേ ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. ദേ അത് ഫുള്ള് 10 സെക്കൻഡിനുള്ളിൽ 10 ഐറ്റം സ്മെൽട്ടായി വരുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സാധനം നല്ല ഉപകാരമുള്ളതാണ്. അപ്പോൾ നാളത്തെ വീഡിയോ മിക്കവാറും നമ്മൾ ഇത് എന്താ ഒന്നും കൂടി ബ്യൂട്ടിഫിക്കേഷൻ ചെയ്യണതേക്കരം. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.